എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ തലച്ചോറിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സൂപ്പർ പവറുണ്ട്. നിങ്ങൾക്കറിയാമോ, നമ്മളറിയാതെ പോകുന്നൊരു ശക്തി. ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് നോക്കിയാലോ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നല്ല തിരക്കുള്ള ബഹളമുള്ള ഒരു പാർട്ടിയിലോ മറ്റോ നിൽക്കുകയാണെന്ന് വയ്ക്കുക. ചുറ്റും ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ ബഹളത്തിനിടയിലും ആരെങ്കിലും നിങ്ങളുടെ പേര് ചെറുതായൊന്ന് വിളിച്ചാൽ നമ്മളത് പെട്ടെന്ന് കേൾക്കും, അല്ലേ? എങ്ങനെയാണത് സംഭവിക്കുന്നത്? ആ ഒരു രഹസ്യമാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അല്ല, ഇതൊരു മാജിക്കൊന്നുമല്ല. സത്യത്തിൽ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡ് ഇരിപ്പുണ്ട്. അതെ, ഒരു കാവൽക്കാരൻ. ആവശ്യമുള്ള വിവരങ്ങളെ മാത്രം അകത്തേക്ക് കടത്തിവിടുകയും അല്ലാത്തതിനെ പുറത്തു നിർത്തുകയും ചെയ്യുന്ന ഒരു ഗാർഡ്. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിന് ഒരു പേരുണ്ട്. അതാണ് റെട്ടിക്കുലാർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി RAS എന്ന് വിളിക്കാം. നമ്മുടെ തലച്ചോറിന്റെ ഇൻഫർമേഷൻ ഫിൽട്ടർ എന്ന് തന്നെ പറയാം. അപ്പോൾ എന്താണ് ഈ RAS എന്ന് ചോദിച്ചാൽ സിമ്പിളായിട്ട് പറയാം, നമ്മുടെ ബ്രെയിൻ സ്റ്റം, അതായത് തലച്ചോറിന്റെ തണ്ടില് ഒരു കൂട്ടം ന്യൂറോണുകളുണ്ട്, ഒരു നെറ്റ്വർക്ക് പോലെ. ഇതിന്റെ പണി എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ലക്ഷക്കണക്കിന് വിവരങ്ങളെ അരിച്ച് നമുക്കപ്പോൾ എന്തിലാണോ ശ്രദ്ധ വേണ്ടത് അത് മാത്രം നമ്മുടെ ബോധമനസ്സിലേക്ക് എത്തിക്കുക. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സെക്യൂരിറ്റി ഗാർഡിന്റെ അതേ ജോലി. ഓരോ സെക്കൻഡിലും, ഞാനീ സംസാരിക്കുന്ന ഓരോ സെക്കൻഡിലും നമ്മുടെ കണ്ണ്, ചെവി, തൊലി, അങ്ങനെ എല്ലാത്തിൽ കൂടിയും തലച്ചോറിലേക്ക് എത്രമാത്രം ഡാറ്റയാണ് വരുന്നതെന്ന് അറിയാമോ? ഏകദേശം 20 ലക്ഷം ബിറ്റ്സ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? 20 ലക്ഷം. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ 20 ലക്ഷം വിവരങ്ങളിൽ നിന്ന് നമ്മുടെ തലച്ചോറിന് ഒരേ സമയം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നത് എത്രയാണെന്നറിയോ? വെറും 40 ബിറ്റ്സ് മാത്രം. അപ്പോ ബാക്കിയുള്ള 19,99,960 ബിറ്റ്സ് എവിടെ പോയി? അതിനെയൊക്കെയാണ് നമ്മുടെ RAS എന്ന മിടുക്കനായ ഗാർഡ് ബ്ലോക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് പണ്ടേ ഹാങ്ങായി പോയേനെ, അല്ലേ? ഓക്കെ, അപ്പോൾ ഈ സംഭവം ഒന്നുകൂടെ ക്ലിയർ ആകാൻ നമുക്കെല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നൊരു ഉദാഹരണം നോക്കാം. ഇതിനെ റെഡ് കാർ ഇഫക്റ്റ് എന്നാണ് സാധാരണ പറയാറ്. നിങ്ങൾക്കൊരു പ്രത്യേക മോഡലുള്ള ചുവന്ന കാർ വാങ്ങാൻ ആഗ്രഹമുണ്ടെന്ന് വെക്കുക. നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുന്ന ആ നിമിഷം മുതൽ പിന്നെ നോക്കുന്നിടത്തെല്ലാം ആ ചുവന്ന കാറായിരിക്കും. റോഡിൽ, പാർക്കിങ്ങിൽ, പരസ്യത്തിൽ, എല്ലായിടത്തും അതുതന്നെ. ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ ആ ചുവന്ന കാറുകളൊന്നും പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ല. അതൊക്കെ പണ്ടും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നു നിങ്ങൾക്കതൊരു വിഷയമല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ RAS ആ വിവരത്തെ ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഫിൽട്ടർ ചെയ്ത് കളഞ്ഞു. എപ്പോഴാണോ നിങ്ങൾ ആ കാർ വാങ്ങാൻ തീരുമാനിച്ചത്, അപ്പോൾ തന്നെ RASന് ഒരു സിഗ്നൽ കിട്ടി, ഹേയ്, ഈ ചുവന്ന കാർ ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ്. അതോടെ അത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരാൻ തുടങ്ങി. ഇതിനേക്കാൾ നല്ലൊരു ഉദാഹരണമുണ്ട്. ഒരു അമ്മയുടെ കാര്യമെടുത്താം. പുറത്ത് ഭയങ്കര ഇടിയും മഴയുമായിരിക്കും, പക്ഷെ അവരതൊന്നും അറിയാതെ സുഖമായി ഉറങ്ങുന്നുണ്ടാവും. എന്നാൽ അതേസമയം അവരുടെ കുഞ്ഞ് ചെറുതായിട്ടൊന്ന് ഞെരങ്ങിയാൽ മതി, അവർ ചാടി എഴുന്നേൽക്കും. കണ്ടില്ലേ? കാരണം ആ അമ്മയുടെ RASനെ സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിഗ്നൽ ആ കുഞ്ഞിന്റെ ശബ്ദമാണ്. അതിന് ഏറ്റവും വലിയ പ്രയോറിറ്റി കൊടുക്കാൻ ബ്രെയിൻ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ RAS എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി ഈ സൂപ്പർ പവറിനെ നമുക്കെങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കാം, എങ്ങനെ ഇതിനെ നമുക്ക് വേണ്ടി പ്രോഗ്രാം ചെയ്യാം? നമ്മുടെ RASനെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ പ്രധാനമായും 3 വഴികളാണുള്ളത്. 1. ക്രിസ്റ്റൽ ക്ലിയറായ ലക്ഷ്യങ്ങൾ വയ്ക്കുക. 2. ആ വിജയം മനസ്സിൽ കണ്ട് ആസ്വദിക്കുക. 3. നമ്മൾ നമ്മളോട് തന്നെ പോസിറ്റീവായി സംസാരിക്കുക, അതായത് പോസിറ്റീവ് അഫർമേഷൻ. ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിരിക്കണം എന്നതാണ്. എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ RASനൊന്നും മനസ്സിലാവില്ല. അത് വളരെ അവ്യക്തമാണ്. പകരം എനിക്ക് ഈ വർഷം അവസാനിക്കുന്നതിന് മുൻപ് സീനിയർ മാനേജറായി പ്രൊമോഷൻ വാങ്ങണം എന്ന് നിങ്ങൾ കൃത്യമായി തീരുമാനിച്ചാൽ നിങ്ങളുടെ RASന് ഫോക്കസ് ചെയ്യാൻ ഒരു കൃത്യമായ ടാർഗറ്റ് കിട്ടി. പിന്നെ അതുമായി ബന്ധപ്പെട്ട അവസരങ്ങളെല്ലാം അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിത്തരും. രണ്ടാമത്തെ സ്റ്റെപ്പാണ് വിഷ്വലൈസേഷൻ, അതായത് മനസ്സിൽ കാണുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാര്യം നിങ്ങൾ നേടിക്കഴിഞ്ഞതായി സങ്കൽപ്പിക്കുക, അതിൻ്റെ സന്തോഷം അനുഭവിക്കുക. നമ്മുടെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഭയങ്കരമായി വിശ്വസിച്ച് മനസ്സിൽ കാണുന്നൊരു കാര്യവും യഥാർത്ഥത്തിൽ നടന്നൊരു കാര്യവും തമ്മിൽ തിരിച്ചറിയാൻ അതിന് പലപ്പോഴും കഴിയില്ല. അപ്പോൾ നിങ്ങൾ ലക്ഷ്യം നേടിയതായി സങ്കൽപ്പിക്കുമ്പോൾ RASനൊരു സന്ദേശം കിട്ടും, ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, ഇത് യാഥാർത്ഥ്യമാക്കണം. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ നമ്മളോട് തന്നെ പറയുന്നത് നമ്മുടെ ചിന്തകൾ. എനിക്കൊരു ഭാഗ്യവുമില്ല,
അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്നൊക്കെയാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിങ്ങളുടെ RAS നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം അരിച്ച് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ RASന് കൊടുക്കുന്ന ഒരു കമാൻഡാണ് നമ്മുടെ ചിന്തകൾ. അത്ഭുതം തന്നെയല്ലേ ഇത്? അപ്പോ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ലോകം സൃഷ്ടിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയാണ്. ആ ശ്രദ്ധയെ നിയന്ത്രിക്കുന്ന സ്വിച്ച് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ തന്നെ. നിങ്ങൾ എപ്പോഴും പ്രശ്നങ്ങളെയും പരാതികളെയും കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ RAS നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങളും പരാതിപ്പെടാനുള്ള സാഹചര്യങ്ങളും മുന്നിലെത്തിച്ചു തന്നുകൊണ്ടേയിരിക്കും. എന്നാൽ നേരെ മറിച്ച് നിങ്ങളുടെ ശ്രദ്ധയും ചിന്തയുമെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളിലും അവസരങ്ങളിലുമാണെങ്കിൽ ലോകത്തിന്റെ ഏത് മൂലയിലായിരുന്നാലും ആ അവസരങ്ങളെ നിങ്ങളുടെ RAS ഒരു കാന്തം പോലെ ആകർഷിച്ച് നിങ്ങളുടെ മുന്നിലെത്തിക്കും. അതുകൊണ്ട് ഒന്നോർക്കുക, നിങ്ങളുടെ റിയാലിറ്റിയുടെ പ്രോഗ്രാമർ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇന്ന് നിങ്ങളുടെ RASനോട് എന്ത് കണ്ടെത്താനാണ് നിങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത്?